ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അനാവശ്യത്തിനുള്ള അരിയൊക്കെ കഴുകി വെച്ചു. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സവാള ചെറുതായി കട്ട് ചെയ്തു. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നെയ്യ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പാത്രം ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ടിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മുന്നേ മുറിച്ച് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ചേർക്കുമ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് സവാള നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും. അതിൻ്റെ സവാളക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അത്. അപ്പോൾ അതൊരു ടേസ്റ്റാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി ഏകദേശം ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ അതിനെ കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കൂടി ചേർത്ത് അതിനെയും വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ അതായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അതും ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെയും നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ചൊന്ന് നമ്മൾ വായിലിട്ടാൽ അത് പൊട്ടുന്ന അരി ആ ഒരു രൂപത്തിൽ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഫ്രൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോറ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും ചോറ് തമ്മിൽ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വേറെ വേറെ വെക്കുന്ന പോലെ ഉണ്ടാവും അരി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തത് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് കൈമ റൈസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മുന്നേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്ര ഗ്ലാസ് അരിയാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ഒരു പിടിക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചോറായി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ചോറിന് ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് അധികം പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. അത് വെന്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും ഉപ്പിൻ്റെ പാകം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി സിമ്മിലിട്ട് വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇതുണ്ടോ, ഞാൻ ഉപ്പ് ചേർത്തപ്പോൾ നല്ല ക്രിസ്പിയാണ് അതിനകത്തേക്ക് ഇടുമ്പോൾ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ. എല്ലാവരും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.